വയറ്റും അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ വളരെ നമുക്കത് പറയുന്നതിന് വളരെ വിഷമമുണ്ട്. കാരണം വൈകാരികമായിട്ടുള്ള വിഷയം കൂടെ കൂടി. എന്നിരുന്നാലും വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാവുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 4 ഡോക്ടർമാരാണ്, വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന ഒരു പാനലാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള SOP അനുസരിച്ചിട്ടുള്ള ഒരു പാനലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ജനപ്രതിനിധികളുണ്ടായിരുന്നു, പോലീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും എനിക്ക് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യേണ്ടായി. കടുവയുടെ ഒരു ഗട്ട് പരിശോധിക്കുമ്പോൾ, കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അദാരുണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവയെ നമുക്ക് അസന്നിഗ്ധമായിട്ട്, അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ് കടുവയിൻ്റെ ആണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റി. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മുടെ പ്രദേശത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റാനും ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പകലൊരു 10:30 മണിക്ക് ഈ ഓപ്പറേഷൻ നടത്തി വന്ന, പട്രോളിംഗ് നടത്തി വന്ന ഒരു സംഘത്തിന് നേരെ ഒരു കടുവ ആക്രമിക്കുന്നുണ്ട്, ഇതേ പാറ്റേണിൽ തന്നെ. അതിനുശേഷം അപ്പോൾ നമ്മളൊരു വെടി ഉതിർക്കുന്നുണ്ട്, അതിനെ ഭയപ്പെടുത്താനായിട്ട്. അല്ലെങ്കിൽ ആ സമയത്ത് വെടി ഉതിർക്കുന്നുണ്ട്. അതിൽ ആ വെടി ഉയർന്നപ്പോൾ കടുവ ഓടിപ്പോകുന്നുണ്ട് കാട്ടിലേക്ക്. ആ ഓടിപ്പോയതിൻ്റെ മേലെല്ലാം കാടാണ്. പിന്നീട് ഈ കടുവയെ കാണുന്നത് ഒരു രാത്രി ഈ പറഞ്ഞ സംഭവം നടക്കുന്ന ഒരു 12 അല്ലെങ്കിൽ 2 മണിക്ക് അടുപ്പിച്ചാണ് ഈ കടുവയെ കാണുന്നത്. അതുവരെയുള്ള സമയത്ത് അതിന് മുകളിലുള്ള കാട്ടിലുള്ള ഒരു കാട്ടിൽ അവിടെയുള്ള മേബി ഒരു ഇൻഫൈറ്റിങ്ങിൽ വന്ന ഒരു മുറിവാണെന്നുള്ളതാണ് നമ്മുടെ നിഗമനം. അധികം പഴക്കമൊന്നുമില്ലാത്ത എന്നാൽ നല്ല ആഴത്തിലുള്ളൊരു വൂണ്ടാണ് ഉണ്ടാവുന്നത്. കാട്ടിൽ വെച്ച് സംഭവിച്ച ഒരു ഇൻഫൈറ്റിങ്ങിൽ വന്നിട്ട് ഈ കടുവ വരികയുണ്ടായി. ഈ കടുവ നേരത്തെ നമ്മുടെ ക്യാമറ ട്രാപ്പുകളിലോ ഇതിനു മുമ്പോ അല്ലെങ്കിൽ ക്യാറ്റിൽ ലിഫ്റ്റിംഗ് ഇൻസിഡൻസിലൊന്നും നമ്മുടെ കയ്യിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടൊരു കടുവയാണ് ഈ സ്വഭാവം കാണിച്ചത് എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. ഇൻഫൈറ്റിങ്ങിൽ മറ്റൊരു റെസിഡൻറ്റ് കടുവയായിട്ടുള്ള ഒരു ഇൻഫൈറ്റിംഗ് ആയിരിക്കാം. കാരണം മോൾ ഭാഗത്ത് കാടാണ്. അപ്പോൾ ആ കാട്ടിൽ കടുവകളുണ്ടാകുന്ന പ്രദേശങ്ങൾ കൂടിയാണ് മേൽഭാഗം. അപ്പോൾ അത്തരം പ്രദേശത്തിലേക്ക് ഒരു പുതിയ കടുവ, ഇത്തരത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാത്ത ഒരു കടുവ ഒരു അതിൻ്റെ ടെറിട്ടറി തേടി പോകുമ്പോൾ ഇൻഫൈറ്റിംഗ് ഉണ്ടാകുന്നത് സാധാരണ സംഭവിക്കാറുണ്ട് തീർച്ചയായിട്ടും. പൂർണ്ണമായിട്ടും പ്രധാനമല്ല മരണകാരണം ഈ മുറിവ്. ഇനി എന്താണ് കടുവയുടെ ബോഡി ചെയ്യാനുള്ളത്? കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അത് DNA അനാലിസിസ്, ടോക്സിക്കോളജി, അങ്ങനെ അതിന് കുറേ ശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങൾ കുറച്ച് നമുക്ക് തീർക്കാനുണ്ട്. ആ ടെസ്റ്റിനായിട്ടുള്ള സാമ്പിൾ ഇന്റേണൽ ആയിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള നേരത്തെയുള്ള ഇൻഫൈറ്റിംഗ് സാധാരണ കടുവകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില മുറിവുകളുണ്ട്. അതല്ലാതെ വളരെ വലിയ രീതിയിലുള്ള ഒരു പരിക്കുകൾ പുതിയതും പഴയതും ഉണ്ടായിരുന്നു സാർ. അത് ഓൾറെഡി പരിക്കുണ്ടായിരുന്നതിന് ശേഷം നമ്മൾ മരണ കാരണം എന്ന് വിളിക്കുന്നത് ഈ നടന്ന 4 ഇതാണ്. മറ്റതെല്ലാം ഉണങ്ങിയ പഴയ 4 കഴുത്തിൽ തന്നെയുള്ള നമ്മളൊരു നമ്മുടെ ആദ്യത്തെ ടീം അവിടെ ചെന്ന് ഇതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഏതാണ്ട് മരിച്ചിട്ട് 2-3 മണിക്കൂറായിട്ടുള്ള ഒരു പെൺകടുവയാണ്. ഒരു 4-5 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. ചെറിയൊരു കടുവ, പ്രസവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമ്മുടെ ഡാറ്റാബേസിൽ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം തൊട്ടടുത്തുള്ള ബന്ദിപ്പൂരം മുതുപോലെ അങ്ങനെ നമ്മൾ നോക്കിയിരുന്നു. ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ദേശീയ കടുവ അതോറിറ്റിയുടെ ഡാറ്റാബേസിൽ അത് തരാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. കർണാടകത്തിനോടും ഈ റിക്വസ്റ്റ് അത് നോക്കണം. അതെ, ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ തന്നെ അന്ന് വൈകുന്നേരത്തിനോട് ഏതാണ്ട് കഴിയുന്നുണ്ട് ഇപ്പം തന്നെ. ഇപ്പം ഈ പ്രദേശത്ത് നേരത്തെ ഈ നമ്മുടെ നിരീക്ഷണത്തിൽ നമുക്ക് അവശനായി. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. സാധാരണ ഒരു കടുവ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള അവശത വരുന്ന ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു സംശയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കടുവയുമായി ഫൈറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. ആ ഫൈറ്റ് ഉണ്ടായത് ജനവാസ മേഖല നേരെ അകലെ കാട്ടിൽ നിന്നാണല്ലോ അല്ലേ? അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക, ജനങ്ങളെ നമ്മൾ എപ്പോഴും നമ്മുടെ കോൺസർവേഷനിൽ വനംവകുപ്പിൻ്റെ മുഖ്യ മുൻഗണന ജനങ്ങളെ എന്താ പറയുക, ജനങ്ങളുടെ മുൻനിർത്തി ജനങ്ങളുടെ ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ജനങ്ങളെ കൂട്ടിക്കൊണ്ടേ കൺസർവേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ആവശ്യം വേണ്ട. കാരണം നമ്മുടെ ഇപ്പോൾ നടത്തുന്ന പെട്രോളിങ്ങും ക്യാമറ ട്രാപ്പുകളൊക്കെ നമ്മൾ ഇനിയും നമ്മൾ കുറച്ച് മനുഷ്യനുമായുള്ള ഇതിൽ വലിയ മുറിവൊന്നും പറ്റിയതായിട്ടൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാനില്ല.
ഈ മുറിവിനൊക്കെ എത്ര പഴക്കം ഉണ്ടാകുന്നു? ഇപ്പം ഇന്ന് കണ്ട മുറിവ് ഞാൻ പറഞ്ഞു ഫ്രഷ് ആയിട്ടുള്ള മുറിവാണ്, അധികം പഴക്കമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ രാത്രി കാട്ടിൽ സംഭവിച്ച മുറിവാണെന്നാണ് ഞങ്ങളുടെ നിഗമനം. മറ്റുള്ള മുറിവുകളൊക്കെ കാട്ടിൽ ജീവിക്കുന്നുണ്ടാവുന്ന ഉണങ്ങി തുടങ്ങിയ അല്ലെങ്കിൽ ഉണങ്ങിയ മുറിവുകൾ മരണകാരണമായി ഇന്നലെ സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി കാട്ടിൽ സംഭവിച്ച ഇൻഫൈറ്റിംഗിൽ സംഭവിച്ച ഒരു മുറിവ്. സാധാരണ പുറത്തേക്ക് വയനാട്ടിൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ 10 വയസ്സ് താഴെയുള്ള കടുവകൾ ഇറങ്ങുന്നത് അപൂർവമാണ്. ഇത് തീരെ ചെറിയ പ്രായമുള്ളൊരു കടുവയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? കടുവകളുടെ ഒരു ചരിത്രം വയനാട് മേഖലയിൽ പഠിച്ചിട്ടുള്ള ആളുകൾ, നമുക്ക് കുട്ടിക്കടുവകൾ വളർന്ന് വലുതാവുന്ന സമയത്ത് പുതിയ അവരുടെ ടെറിട്ടറിക്ക് വേണ്ടി പോകും. അപ്പോൾ ആ സമയത്ത് വയസ്സായിട്ടുള്ളതും അല്ലെങ്കിൽ രോഗം ബാധിച്ചിട്ടുള്ള കടുവകളുണ്ടെങ്കിൽ അവരുമായിട്ട് യുദ്ധം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില സാഹചര്യത്തിൽ പകുതിയോളം കടുവകൾ കാട്ടി മരിച്ചു വീഴും. ചില സാഹചര്യത്തിൽ ബാക്കിയുള്ള കടുവകൾ ഈസി ആയിട്ടുള്ള ഇരകൾ തേടി പുറത്തേക്ക് വരും. ആദ്യത്തെ ഘട്ടത്തിലൊക്കെ കാറ്റിൽ ലിഫ്റ്റിംഗ് ആണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരു കാറ്റിൽ ലിഫ്റ്റിംഗ് ഒക്കെയാണ് പ്രതീക്ഷിക്കുക. നേരിട്ട് ഇത്തരത്തിലുള്ളൊരു മനുഷ്യനുമായിട്ട് നേരിട്ട് ഒരു ആക്രമണം വരുന്നത് നമുക്ക് അപൂർവമായിട്ട് സംഭവിക്കുന്ന സാഹചര്യമാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. എന്തായാലും അതിനൊരു പരിസമാപ്തി ഉണ്ടായതിൽ വളരെ നന്ദി. നിങ്ങളെല്ലാവരും സാമ്പിൾസ് അതിന് ഓരോ ലാബുകൾ പലതരം നമ്മൾ ടോക്സിക്കോളജിക്ക് അയക്കാറുണ്ട്. നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ലാബുണ്ട്. പിന്നെ ചിലതെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ അയക്കാറുണ്ട്. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. വളരെ നന്ദി.